സാധ്യമല്ലെന്നാണ് പരാതി ഉന്നയിക്കുന്ന കുടുംബങ്ങളുടെ വാദം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നെടുമങ്ങാട് നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെടുമങ്ങാട് നഗരസഭാ പരിധിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കണമെന്നും കുട്ടികളുടെ മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യാൻ ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം ഇത്തരത്തിലുള്ള കുട്ടികളോട് കൂടുതൽ സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ആവശ്യമെന്ന് പറഞ്ഞാലും അതിനെ സഹായിക്കുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടായത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയുകയാണ്. എന്ത് ആവശ്യമാണെങ്കിലും ആവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക സംഗീത ദിനം. പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ, നാടൻ പാട്ടുകൾ പാടി അരങ്ങ് തകർക്കുന്ന അമ്മ, റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവ ഗായകനായ മകൻ. തൃശൂർ എടത്തുരുത്തിയിലെ 3-അംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷങ്ങളാണ് ഈ സംഗീത ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. എടത്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AV സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ. നാടൻ പാട്ടുകളിലൂടെ ഭാര്യ രേഖയും സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ തിളങ്ങിയ മകൻ അമൻ സഖിയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ. ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് ഈ സംഗീത ലോകത്ത് ജീവിക്കുന്നു. നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യയും സിനിമ സംഗീതത്തിലൂടെ അമൻ സഖയും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് നാടൻ പാട്ടാണ് പെർഫോം ചെയ്യാറ്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരത്തിന് ചേർന്ന, എൻ്റെ ഒരു ശബ്ദത്തിന് ചേർന്ന നാടൻ പാട്ടാണെന്നുള്ള